നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രമിക്കുന്നവരായ പ്രിയ ദൈവജനങ്ങളെ, പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരാൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടരുത്, നിങ്ങൾ ഒരിക്കലും മടുത്തു പോകരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കുറവ് നിങ്ങളുടെ കഴിവിനെ അല്ല, മറിച്ച് നിങ്ങളുടെ കുറവിനെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചൻ, അവൻ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിഹരിച്ചു തന്ന് നിങ്ങളുടെ കുറവുകളെ അവൻ മാറ്റി അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചു തരുന്ന ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നു. അത് അവൻ നിനക്ക് വേണ്ടി തീർത്തു തരും. നിന്റെ കുറവുകളെ അവൻ നിനക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റുമെന്ന് നിങ്ങൾ ഈ പകല് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസം എന്നത് വാശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പൗലോസ്ലീഹ തന്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ. ഇസ്രായേൽ മക്കൾക്ക് ശൗലിന് ശേഷം ഒരു രാജാവിനെ നിയമിക്കുവാനായിട്ട് യഹോവയായ കർത്താവ് തീരുമാനിച്ചപ്പോൾ അവൻ തൻ്റെ പ്രിയ പ്രവാചകനായ ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഒരു രാജാവിനെ അന്വേഷിച്ച് ഇശായിയുടെ കുടുംബത്തിലേക്ക് കടന്നു എന്ന ശമൂവേൽ പ്രവാചകന്റെ മുമ്പാകെ ഇശായി തൻ്റെ മക്കളെ നിരത്തി നിർത്തുകയാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള രാജാവിന് വേണ്ടിയുള്ളതായ രൂപ ഗാംഭീര്യമുള്ളതായ തന്റെ മക്കളെ അവൻ ശമൂവേൽ പ്രവാചകന്റെ മുമ്പാകെ മാറ്റി നിർത്തുകയാണ്. ദാവീദിന്റെ മക്കള് നല്ല കഴിവുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, രാജാവിനൊത്ത രൂപഭംഗിയുള്ളവരാണ്, രാജാവിന് വേണ്ടി പൊക്കവും ഉള്ള കഴിവും ഉള്ളവരാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇവരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഇസ്രായേലിന്റെ രാജാവായിട്ട് യഹോവയായ കർത്താവിന്റെ നാമത്തിൽ അഭിഷേകം ചെയ്യാമെന്ന് ഇശായി ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞപ്പോൾ യഹോവ ശമൂവേലിനോട് പറയുകയാണ്, ഇവരെ അല്ല എനിക്ക് വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് മറ്റൊരുത്തനെയാണ്. ഇത് കേട്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ പോലും അമ്പരന്ന് പോവുകയാണ്. ഇതാ ഈ 3 രൂപഭംഗിയുള്ള ആഹാര വടിവുള്ള കോമളത്വം തുളുമ്പുന്ന 3 പേര് എന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇവരല്ല വേറൊരാളെയാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും അത് അമ്പരന്ന് പോകും. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുകയാണ്, ഈ പുത്രന്മാരെ കൂടാതെ നിനക്ക് മറ്റു പുത്രന്മാരുണ്ടോ? ഉണ്ട്. ശമൂവേൽ പ്രവാചകനോട് ഇശായി പറയുകയാണ്, ഉണ്ട്, ഇവരെ കൂടാതെ എനിക്കൊരു പുത്രനുണ്ട്. അവനെ വിളിക്കുക. അവനെ എന്തിന് ഞാൻ വിളിക്കണം? അവൻ വയലിൽ അലഞ്ഞു നടക്കുകയാണ്. അവൻ കഴിവുള്ളവനല്ല. അവൻ ഇവരുടെ അത്രയും ആഹാരമോ രൂപഭംഗിയുള്ളവനല്ല. അവൻ വയലിൽ കാലാപെറുക്കാൻ നടക്കുന്നവനാണ്. അവനെ ഇസ്രായേൽ രാജാവായിട്ട് എങ്ങനെ വാഴിക്കും? അവൻ അതിന് യോഗ്യതയില്ലാത്തവനാണ്, അവന് കുറവുകളുള്ളവനാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, ഇശായി, നീ നിന്റെ മകനെ വയലിൽ നിന്നും വിളിക്കുക. അവന് ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ശമൂവേൽ പ്രവാചകന്റെ വാക്ക് കേട്ട് ഇശായി തന്റെ മകനെ ആളയച്ചു വരുത്തി. ദാവീദ് വരികയാണ്. ദാവീദിനെ കണ്ട മാത്രയിൽ കർത്താവിന്റെ ദൂത് ശമൂവേൽ പ്രവാചകനുണ്ടായി. ഇവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഞാൻ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ദൈവം ശമൂവേലിനോട് പറയുന്നത്, ശമൂവേലേ, നീ അവന്റെ രൂപമോ പൊക്കമോ നോക്കരുത്. അവരെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല കർത്താവ് നോക്കുന്നത്. മനുഷ്യർ പുറമേയുള്ള കാര്യങ്ങളെ നോക്കുമ്പോഴേ കർത്താവ് അവന്റെ അന്തരംഗത്തെ അറിയുന്നു. അവന്റെ ഹൃദയത്തെ അവൻ ശോധന ചെയ്യുന്നു. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് ഇശായിയുടെ മറ്റു മക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇശായിയുടെ ഏറ്റവും ഇളയവനായ, കഴിവ് കുറഞ്ഞവനായ, ഒന്നിനും കൊള്ളാത്തവനായ, തള്ളി മാറ്റിയിരുന്നതായ ദാവീദിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, നിങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. ഈ പകൽക്കാലത്ത് അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഇപ്പോൾ തന്നെ മാറാൻ പോവുകയാണ്. നിങ്ങൾ സങ്കടപ്പെടരുത്. നമ്മുടെ കർത്താവായ യേശു
ഇന്ന് ഈ പകൽക്കാലം നമ്മോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ കുറവുകളെ അവൻ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റുകയാണ്. യാതൊരു സംശയവുമില്ല. ദൈവം ശക്തനാണ്. കുറവുകളെ മാറ്റി ആ കുറവുകളെ അനുഗ്രഹമാക്കി തീർക്കുന്നതായ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമം മഹത്വപ്പെടട്ടെ.